വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. അതിദരിദ്രയില്ലാത്ത സംസ്ഥാനം എന്ന് പറയും. മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് ഒത്തിരി നിയമസഭാ സമ്മേളനങ്ങൾ ചേർന്നു. എന്തെങ്കിലും തരത്തിലുള്ള പരാതി പ്രതിപക്ഷ നേതാവ് ഈ അതിദരിദ്രം പ്രഖ്യാപിക്കുന്ന ദിവസം വരെ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉന്നയിക്കുകയോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സന്ദേഹങ്ങൾ സർക്കാരിന്റെ ഭാഗമായി സർക്കാരിനെ അറിയിക്കുകയോ പ്രതിപക്ഷം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം. പിന്നെ ഏറ്റവും പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ, അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരു എതിർപ്പ്. ഇപ്പോൾ ഈ 1600 രൂപയുടെ പെൻഷൻ 2000 ആക്കിയതിന് വരെ ഞങ്ങൾ എതിർത്തില്ല. ആർക്കെന്ത് സഹായം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ്. പക്ഷെ കേരളം മുഴുവൻ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്ന ആ കണക്കാണ്. ആ കണക്കിനെ ഞങ്ങൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുണ്ട്. ആ കണക്കിനെ ഞങ്ങൾ നിയമസഭയിൽ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് എടുത്ത് കാണിച്ചു തരാം. അത് ഞങ്ങൾ UDF പാർലമെന്ററി പാർട്ടി യോഗം രാവിലെ 8 മണിക്ക് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനം. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിതവാസം, ഈ 4 കാറ്റഗറിയിലുള്ള ആളുകളാണ്. അങ്ങനെയുള്ള എല്ലാ ആളുകളും കഴിക്കും, എല്ലാ അർത്ഥവും. അപ്പോൾ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പരമദരിദ്രർ എന്ന് പറയുന്നത് എൻ്റെ കാറ്റഗറിയിൽ പരമദരിദ്രർ. അതീവ ദരിദ്രർ എന്ന് പറയുമ്പോൾ ഈ നോൺ എക്സിസ്റ്റന്റ് ഗ്രൂപ്പ് ആണ്. അതായത് റേഷൻ കാർഡില്ല, ആധാർ കാർഡില്ല, ഒരു തരത്തിലുള്ള വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരെയാണ്. അത് അഗതികളായിട്ടുള്ള ആളുകൾ അത് തന്നെ 1.5 ലക്ഷം പേരുണ്ടായിരുന്നു. അഗതികളായിട്ടുള്ള ആളുകൾ വേറെ തരത്തിലില്ലാത്തത് കൃത്യമായൊരു മാനദണ്ഡം പറയുന്നുണ്ട്. അതായത് ഒരു കില വഴി ഒരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കി അതുവഴി വീണ്ടും കൃത്യമായി പഠിച്ചു ഗ്രാമസഭകൾ വഴി ലിസ്റ്റ് എടുത്തു. അങ്ങനെയാണ് ഈ 44,000. അത് യഥാർത്ഥത്തിലുള്ള അതീവ ദരിദ്രരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചിരിക്കുന്ന സംവിധാനമാണ്. അതിനൊരു പ്ലാനിങ്ങിൻ്റെ സപ്പോർട്ടില്ല, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ടില്ല. അത് വളരെ പെരിഫറലായി ഉപരിതല സ്പർശിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലിസ്റ്റാണെന്നാണ്, അതാണ് ആരോപണം. സാധാരണ ഇത്തരം ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ AAY കൊടുക്കുന്നത് മോസ്റ്റ് പുവർ എന്നാണ്. മോസ്റ്റ് പുവർ, ദരിദ്രൻ അവർക്കാണ്. ദരിദ്രരായിട്ടുള്ള ആളുകൾ പിന്നെയുണ്ട്, പല കാരണങ്ങളുമുണ്ട്. ദരിദ്രരായ ആളുകൾ 5,95,500 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ വീടുണ്ടോ? അവർ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? അവർക്ക് ചെയ്യാനുണ്ടോ? ഇപ്പോൾ സർക്കാർ ആശുപത്രി പോയിട്ട് പോലും കാര്യമില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അതുപോലും കാര്യമില്ലല്ലോ. അവരുടെ മെഡിക്കൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യോ ഗവൺമെൻറ്? അതല്ലേ, അതിൽ പ്രായമായ ആളുകളുണ്ട്. ഈ അഗതികളുടെ കേസിൽ തന്നെ വൃദ്ധരായ ആളുകളുണ്ട്, ഒറ്റപ്പെട്ട് താമസിക്കുന്നവരുണ്ട്. അവർ പോലും ഈ ലിസ്റ്റില്ല. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ പോലും. അതാണ് AK ആന്റണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആശ്രയ പദ്ധതിയിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റം. അതിൽ കണക്കാണ് ഏറ്റവും അഗതികളായിട്ടാണ്. അതിന് അതീവ ദരിദ്രർ എന്നല്ല പറഞ്ഞത്. ഇവിടെ CPM തന്നെ പരമദരിദ്രർ എന്ന് പറഞ്ഞിട്ട് 4 ലക്ഷം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രരായവരുടെ 5,95,500 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമല്ലേ. 1,16,000 കുടുംബങ്ങളുള്ള ആദിവാസികളുടെ ഇടയിൽ നിന്ന് 6,400 കുടുംബമുള്ള ഈ കാറ്റഗറി വരുള്ളൂ. ഇവരാരോടെങ്കിലും പോയി കണ്ടിട്ടില്ലേ? ഇവർ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ആദിവാസി ഊരുകളിൽ പോയി കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവർ ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന പ്ലാനിംഗ് ബോർഡിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണ് അത് കൊടുത്തിരിക്കുന്നത്. അവർ പലരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിരുന്ന ആളുകളാണ്. അവർ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളും ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വഹിച്ചിട്ടുള്ള ആളുകളുമാണ്. അവരാണ് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചാൽ ദരിദ്രർക്ക് കേന്ദ്രം കൊടുക്കുന്ന സഹായം ഇല്ലാതാക്കില്ലേ എന്നാണ് അവരുടെ ചോദ്യം. ബാധിക്കും, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അവർ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്, കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. ആ മാനദണ്ഡ പ്രകാരം ദരിദ്രരിൽ അതിദരിദ്ര ആയിട്ടുള്ളവർക്കാണ് AAY കാർഡുകൾ കൊടുക്കുന്നത്. അത് 5,95,800 പേരുണ്ട്. 6 ലക്ഷത്തോളം പേരുണ്ട് ദരിദ്രരിൽ അതിദരിദ്രം. ഇവർ തന്നെ പറയും, ഇവരതും കുറച്ചിട്ട് മാനിഫെസ്റ്റോയിൽ പറയുന്നത് പരമദരിദ്രം. ഇതെന്താണിത്? ദരിദ്രരിൽ അതിദരിദ്രം ഒരു കാറ്റഗറി, പരമദരിദ്രം
വേറൊരു കാറ്റഗറി, പിന്നെ അതീവ ദരിദ്രർ വേറൊരു കാറ്റഗറി, അഗതികൾ വേറെ കാറ്റഗറി. എന്താ ഇത്? അല്ലല്ല, ആരാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത്? എന്ത് മാനദണ്ഡമാണത്? എന്ത് മാനദണ്ഡമാണ്? ആ മാനദണ്ഡത്തിൽ ഞാൻ പറയുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ വരെ ഈ ലിസ്റ്റിൽ വരുന്നില്ല. അഗതികളായിട്ടുള്ള ആളുകൾ പോലും ഈ ലിസ്റ്റിൽ വരുന്നില്ല. ഇതൊരു കണക്കാണ്. കണക്കെടുത്തിട്ട് അതിനുവേണ്ടി പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ നടത്തണം. ഇലക്ഷന് മുമ്പ് കേരളത്തിൽ അതീവ ദരിദ്രർ, ഇപ്പോൾ കുറേ ആളുകൾ വിശ്വസിക്കുമല്ലോ, ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുറേ ആളോ എന്നിട്ട് ഈ എല്ലായിടത്തും നിന്ന് പ്രസംഗിക്കും, പിന്നെ ക്യാപ്സുലർക്കും ചെയ്യാല്ല. അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്നുള്ള നേട്ടം നേടിയ കേരളത്തിനെ കുറിച്ച് പറയാമല്ലോ. ക്യാമ്പയിൻ ക്യാപ്സുൽ ഇറക്കാമല്ലോ. അപ്പോൾ പരമദരിദ്രരും ദരിദ്രരിൽ അതിദരിദ്രം അവിടെ നിൽക്കുകയാണ് നോക്കിക്കൊണ്ട്. ഇതാരാന്ന് ചോദിച്ചുകൊണ്ട് ഇതല്ലേ തമാശയാക്കല്ലേ ഇത്? ഈ പാവപ്പെട്ടവനെ ഇത് വെച്ചുകൊണ്ട് ഇത് രഹസ്യമായി നടത്തിയതല്ല. സർക്കാർ തന്നെ പഠനം നടത്തി 1700 വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ. ഇപ്പൊ അങ്ങയുടെ മണ്ഡലത്തിലടക്കം ഈ 64,000 പേരിൽ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരുണ്ടാവും. അവരെല്ലാം അനർഹരാണ് എന്നാണ് പറയുന്നത്. ഇതൊരു കാര്യം, വിദഗ്ധരായിട്ടുള്ള ചിലർ ഇവിടെ നടത്തിയ അഭിപ്രായങ്ങളാണ് അങ്ങ് ഏറ്റെടുക്കുന്നത്. അങ്ങക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണോ ഈ അഭിപ്രായം? താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ അവരെ എതിർക്കുകയാണെന്നാണ് ചോദിച്ചത്. ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് അതുപോലെ പറയാം. നിങ്ങളുടെ ഒരു സാധന ക്യാപ്സൂള് എൻ്റെ നാവിലേക്ക് അടിച്ചേപ്പിക്കുന്നത്. നിങ്ങൾക്ക് കൈകളിലേക്ക് ഞാൻ എന്ത് പറഞ്ഞത് വേണമെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കുക, ഹെഡിങ് കൊടുക്കുക, എന്ത് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കുക, കുഴപ്പമില്ല. ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഞാൻ ഈ 64,000 പേർക്ക് കൊടുത്ത ആനുകൂല്യം തെറ്റായിരുന്നു എന്ന് പറഞ്ഞോ? ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയ? ഇവർക്ക് ആർക്കും തോന്നിയില്ല. ആർക്കും തോന്നാത്ത കാര്യം നിങ്ങളിങ്ങനെ സ്റ്റോറി ഉണ്ടാക്കി. നിങ്ങളുടെ നെറേറ്റീവ് നിങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരായിട്ട് 10 വീഡിയോസ് ഇറക്കുന്നുണ്ട്, 5 കാർഡ് ഇറക്കുന്നുണ്ട്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. രാവിലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, പലതും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ ചെയ്തോ. ഇത് അതുമായിട്ട് ബന്ധം. ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ വിഷയമാണ് പറഞ്ഞത്. ഞങ്ങൾ അസംബ്ലിയിൽ റൈസ് ചെയ്തിട്ടുണ്ട്. ഈ കണക്ക് ശരിയല്ല. മാത്രമല്ല ഇവർക്ക് പോലും ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കംപ്ലീറ്റ് എന്ന് സോഫ്റ്റ്വെയറിൽ ചെയ്യിപ്പിച്ചേക്കണം, പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണം. ഇവർക്ക് എല്ലാവർക്കും വീടുണ്ടോ? ആയാ ഇവർ ക്ലിയർ ചെയ്ത് കിട്ടിയെങ്കിൽ ഇവരെല്ലാം വാടക വീട്ടിൽ നിന്ന് പുറത്തു വന്നോ? ഭൂമിയായോ? വീടായോ? അവർക്ക് 3 നേരം ഭക്ഷണം കിട്ടാനുള്ള സേഫായോ? ഈ 64,000 തന്നെ ആയോ? അവരുടെ ആരോഗ്യം ഫ്രീ ആയിട്ടുള്ള കംപ്ലീറ്റ്, അവരുടെ വിദ്യാഭ്യാസമില്ലാത്തവരല്ലേ, 1 രൂപ കഴിഞ്ഞില്ലാത്തവരല്ലേ, അവരുടെ ആരോഗ്യം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ? വെറുതെ വെറുതെ ഈ രാഷ്ട്രീയ പ്രചരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇപ്പോഴാണ് പാവപ്പെട്ടവരെ കുറിച്ചും ആശാ വർക്കർമാരെ കുറിച്ചും അംഗൻവാടിയെ കുറിച്ചും ക്ഷേമോധികാരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയപ്പോഴാണ്. അതിനു മുമ്പ് ഒരു ആലോചന ഉണ്ടായില്ലല്ലോ. 4 കൊല്ലം പുച്ഛമായിരുന്നല്ലോ അവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് പുച്ഛം. എന്നിട്ട് 33 രൂപ ഡെയിലി കൂട്ടിക്കൊടുത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? എന്താണ് പറയുക? ഏത് തലത്തിലേക്ക് അകപ്പതിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രചരണം? ഏത് തലത്തിലേക്ക്? 4.5 കൊല്ലം ഉണ്ടായിരുന്നത് നമ്മളെ നോക്കി കൊഞ്ഞനെ കുത്തി കാണിക്കുക. അല്ല, ക്ഷേമ പെൻഷൻ കൂട്ടണല്ല. 4.5 കൊല്ലം നിങ്ങളെല്ലാം ഉറപ്പ് കൊടുത്തത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2,500 രൂപ പെൻഷനാക്കാൻ. 4.5 കൊല്ലം അനങ്ങാതിരുന്നിട്ട് ഇപ്പൊ തോറ്റ് തുന്നം പാടുമെന്ന് മനസ്സിലായപ്പോ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കണമെന്നൊന്നും ഇതിലല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, കൊടുക്കട്ടെ, എത്ര കൊടുത്താലും ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോഴാണല്ലോ തോന്നിയത്. ഇപ്പോ ഈ ഇലക്ഷൻ അടുത്ത ആഴ്ചയല്ലേ പ്രഖ്യാപിക്കാൻ പോകും? അല്ല, അടുത്ത ആഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ ഈ തോന്നൽ അല്ല. ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ സ്തുതിഗീതം മാത്രം പാടിയാൽ പോരല്ലോ. ഞങ്ങളുടെ റോള് വിദൂഷകരുടെ റോളല്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ റോള് വിദൂഷകരുടെ റോളല്ല. വിദൂഷകരൊക്കെ പാർട്ടിയിൽ കാണും, പാർട്ടിയിലും നിങ്ങളുടെ മാധ്യമങ്ങളിലും കാണും വിദൂഷകർ. ഞങ്ങൾ പ്രതിപക്ഷത്തിന്റെ റോള് കേരളത്തിലെ ഈ ഭരണത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്ന വിദൂഷകരുടെ റോളല്ല. അതൊക്കെ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ നുണ പറഞ്ഞുകൊണ്ട് കൊട്ടാരണ്ടാക്കണം. നുണ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ PR സംവിധാനങ്ങളൊക്കെ ഉള്ളതിൻ്റെ മറവിൽ ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് യാതൊരു ബന്ധമില്ല. അതാണ് അവരൊക്കെ അത് മനസ്സിലാക്കി പോകാതിരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. ഇതിലേക്ക് ഇത്തരം ചടങ്ങുകളിലൊക്കെ അല്ല, ഞാൻ പറഞ്ഞത് ഈ കാപട്യം തിരിച്ചറിയണം. അവരൊക്കെ കേരളത്തിലെ
ജനങ്ങൾ ബഹുമാനിക്കുന്ന ആളല്ല. ഞങ്ങളിപ്പോൾ നാളെ അവർ ആ മീറ്റിങ്ങിൽ പോയാലും പോയില്ലെങ്കിലും അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു ബഹുമാനക്കുറവുണ്ടാവില്ല. ഞങ്ങൾ അവരെ കുറിച്ചൊന്നും മോശമായിട്ടൊന്നും പറയും, ഈ പോയാലും പോയില്ലെങ്കിൽ. പക്ഷേ പോകാതിരിക്കുന്നത് അവരാലോചിക്കണം. ഈ ഈ ഈ തട്ടിപ്പിന് അവർ കൂടി പോയി പങ്കാളികളായി നിന്നു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊരു കാര്യത്തിലൂടെ ഈ സംഘടനാ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് അങ്ങേ പ്രതിപക്ഷ നേതാവല്ലേ? See you soon.